സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് മലയാളം ചോദ്യങ്ങളാണ്. PSC ബുള്ളറ്റിനിൽ തന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. 50 ചോദ്യങ്ങളാണുള്ളത്. പിന്നെ വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവര് മുഖ്യമായിട്ടും ഈ ക്വസ്റ്റ്യൻസ് അറിഞ്ഞിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ശരിയായ പദം എഴുതുക. ശരിയായ പദം എഴുതുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്ന പദം പാഠകം എന്നതാണ്. ഇതിൽ ശരിയായിട്ടുള്ള പദം ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള പദം, പാഠകം. അടുത്ത ചോദ്യം, കൃഷിയെ സംബന്ധിച്ചത് എന്നതിൻ്റെ ഒറ്റപ്പദം ഏത്? കൃഷിയെ സംബന്ധിച്ചത് എന്നതിൻ്റെ ഒറ്റപ്പദം ആർഷം. സ്ഥിരം വരുന്ന ക്വസ്റ്റ്യൻ ആണ്. കൃഷിയെ സംബന്ധിച്ചത് ഒറ്റപ്പദം ഏതാണ്? ആർഷം. ലുക്ക് ബിഫോർ യു ലീപ് എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ലുക്ക് ബിഫോർ യു ലീപ് എന്ന ശൈലിയുടെ അർത്ഥം ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇരുന്നിട്ടേ കാൽ നീട്ടാവൂ എന്നതാണ് ലുക്ക് ബിഫോർ യു ലീപ് എന്ന ശൈലിയുടെ അർത്ഥം. ഇരുന്നിട്ടേ കാൽ നീട്ടാവൂ. അടുത്തത്, ശരിയായ പദം ഏത് എന്നതാണ് ചോദ്യം. അന്തഃചിത്രം എന്നതാണ് പദം. അന്തഃചിത്രം. ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ശരിയായിട്ടുള്ള പദം ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. അന്തഃചിത്രം. ഇതാണ് ശരിയായിട്ടുള്ള വാക്ക്. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, അളവ് എന്നർത്ഥം വരുന്ന പദം ഏത്? അളവ് എന്ന് അർത്ഥം വരുന്ന പദം ഏതാണ്? പരിമാണം. പരിമാണം എന്നതാണ് അളവ് എന്ന് അർത്ഥം വരുന്ന പദം. പരിമാണം, അളവ്. അടുത്ത ചോദ്യം, ശരിയായ പദം ഏത് എന്നതാണ്. അപ്പോഴപ്പോൾ എന്നതാണ് പദം. അപ്പോഴപ്പോൾ എന്നത്. ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. അപ്പോഴപ്പോൾ. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, അളി, ആളി ഇവയുടെ അർത്ഥവ്യത്യാസം. അളി എന്ന വാക്കിൻ്റെയും ആളി എന്ന വാക്ക്, ഇതിൻ്റെ അർത്ഥങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അളി വണ്ട്. അളി വണ്ട്, ആളി തോഴി. അളി വണ്ട്, ആളി തോഴി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ താമര എന്ന് അർത്ഥം വരാത്ത പദം. താമര എന്ന് അർത്ഥം വരാത്ത പദം ഏത് എന്നതാണ് ചോദ്യം. ഇവിടെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ജലഭം, അംബുജം, വാരിജം, ജലജം എന്നിവയാണ്. ഇതിൽ താമര എന്ന് അർത്ഥം വരാത്ത പദം ഏതാണ്? ജലജം എന്നതാണ് താമര എന്ന് അർത്ഥം വരാത്ത പദം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദം ഏത്? പുനർചിന്ത എന്നതാണ് വാക്ക്. പുനർചിന്ത. ഓപ്ഷൻ എ ആണ് ഉത്തരം. പുനർചിന്ത. ജാഗരണം എന്ന പദത്തിന്റെ വിപരീതം. ജാഗരണം എന്ന പദത്തിന്റെ വിപരീതം ഓപ്ഷൻ ബി ആണ്. സുഷുപ്തി എന്നതാണ് ജാഗരണം എന്ന പദത്തിന്റെ വിപരീതം. സുഷുപ്തി. ആലത്തൂർ കാക്ക എന്ന ശൈലിയുടെ ശരിയായ അർത്ഥം. ആലത്തൂർ കാക്ക എന്ന ശൈലിയുടെ ശരിയായ അർത്ഥം ഓപ്ഷൻ ബി ആണ്. ആശിച്ചു കാലം കഴിയുന്നവൻ. ആശിച്ചു കാലം കഴിയുന്നവൻ എന്നതാണ് ആലത്തൂർ കാക്ക എന്ന ശൈലിയുടെ ശരിയായ അർത്ഥം. ആശിച്ചു കാലം കഴിയുന്നവൻ. നിലപാട് മാറ്റുക എന്നർത്ഥം വരുന്ന ശൈലി. നിലപാട് മാറ്റുക എന്നർത്ഥം വരുന്ന ശൈലി ഓപ്ഷൻ ബി ആണ്. കാലുമാറുക. കാലുമാറുക. വാട്ട് എ ഡേർട്ടി സിറ്റി എന്ന വാക്യത്തിന്റെ ഏറ്റവും ഉചിതമായ മലയാള പരിഭാഷ. വാട്ട് എ ഡേർട്ടി സിറ്റി എന്ന വാക്യത്തിന്റെ ഏറ്റവും ഉചിതമായ മലയാള പരിഭാഷ.
ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എന്തൊരു വൃത്തികെട്ട നഗരം. വിജയിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ. വിജയിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ. ഓപ്ഷൻ എ ആണ് ഉത്തരം. ജിഗുഷു. വിജയിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ ആരാണ്? ജിഗുഷു. അടുത്ത ചോദ്യം, അനുഗ്രഹം ലഭിച്ച ആൾ എന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദം. അനുഗ്രഹം ലഭിച്ച ആൾ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദം. 15ാമത്തെ ചോദ്യം, ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. അനുഗ്രഹീതൻ. അനുഗ്രഹീതൻ എന്നതാണ് അനുഗ്രഹം ലഭിച്ച ആൾ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദം. അനുഗ്രഹീതൻ. ഉന്മുഖം എന്ന പദത്തിന്റെ വിപരീതം. ഉന്മുഖം എന്ന പദത്തിന്റെ വിപരീതം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. നദോമുഖം. ഉന്മുഖം എന്ന പദത്തിന്റെ വിപരീതം നദോമുഖം. കീലം എന്ന പദത്തിന്റെ അർത്ഥം. കീലം. ആണി. കീലം എന്ന പദത്തിന്റെ അർത്ഥം ആണി. ക്ഷത്രിയൻ എന്ന പദത്തിന്റെ പര്യായ പദം അല്ലാത്തത് ഏത്? ക്ഷത്രിയൻ എന്ന പദത്തിന്റെ പര്യായ പദം അല്ലാത്തത്. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നരപതി, രാജന്യൻ, വിരാട്ട്, ബാഹുജൻ. ഇതിൽ ക്ഷത്രിയൻ എന്ന പദത്തിന്റെ പര്യായ പദം അല്ലാത്തത് ഓപ്ഷൻ എ ആണ്, നരപതി. ബാലൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ ശബ്ദം. ബാലൻ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ബാലിക. ബാലൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ ശബ്ദം ഏതാണ്? ബാലിക. അടുത്ത ചോദ്യം, കണ്ണയക്കുക എന്ന ശൈലിയുടെ ശരിയായ അർത്ഥം എന്ത്? കണ്ണയക്കുക. കണ്ണയക്കുക എന്ന ശൈലിയുടെ ശരിയായിട്ടുള്ള അർത്ഥം. ഓപ്ഷൻ സി ആണ് ഉത്തരം. ദയ കാണിക്കുക എന്നാണ്. ഓപ്ഷൻ സി, ദയ കാണിക്കുക. സമാന പദം കണ്ടെത്തുക. തൃത്താവ്. തൃത്താവ് എന്ന പദത്തിന്റെ സമാന പദം കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. തൃത്താവ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. തുളസി. തൃത്താവ്, തുളസി. ഉചിതമായ മലയാള പദം തിരഞ്ഞെടുക്കുക. വിത്ത് റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ്. വിത്ത് റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ്. ഉചിതമായിട്ടുള്ള മലയാള പദം ഏതാണ് ഉത്തരം വരുന്നത്? ഓപ്ഷൻ സി ആണ്, മുൻകാല പ്രാബല്യത്തോടെ. മുൻകാല പ്രാബല്യത്തോടെ. വിത്ത് റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ്. അടുത്ത ചോദ്യം, ഒറ്റപ്പദം എഴുതുവാനാണ്. ഭൂമിയെ സംബന്ധിച്ചത്. ഭൂമിയെ സംബന്ധിച്ചത്. ഒറ്റപ്പദം ഓപ്ഷൻ സി ആണ്, ഭൗമം. ഭൂമിയെ സംബന്ധിച്ചത് ഒറ്റപ്പദം ഭൗമം. പോയറ്റിക് ട്രിനിറ്റി എന്നതിന്റെ മലയാളം. പോയറ്റിക് ട്രിനിറ്റി എന്നതിന്റെ മലയാളം ഓപ്ഷൻ ഡി ആണ്, കവിത്രയം. പോയറ്റിക് ട്രിനിറ്റി. ഓപ്ഷൻ ഡി, കവിത്രയം. ശരിയായ പദം ഏത്? പ്രാരാബ്ദം എന്നതാണ് വാക്ക്. തന്നിരിക്കുന്നതിൽ ശരിയായ പദം ഏതാണ്? പ്രാരാബ്ദം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. പ്രാരബ്ധം എന്നതാണ് ശരിയായിട്ടുള്ള വാക്ക്. പ്രാരബ്ധം. അടുത്ത ചോദ്യം, വിപരീത പദം എന്ത്? ബാലിശം. ബാലിശം എന്നതിന്റെ വിപരീത പദം. ഓപ്ഷൻ സി ആണ് ഉത്തരം. പ്രൗഢം. ഓപ്ഷൻ സി, പ്രൗഢം. എട്ടാം പൊരുത്തം എന്ന ശൈലിയുടെ ശരിയായ അർത്ഥം എന്ത്? എട്ടാം പൊരുത്തം എന്ന ശൈലിയുടെ ശരിയായിട്ടുള്ള അർത്ഥം. എട്ടാം പൊരുത്തം എന്ന ശൈലിയുടെ ശരിയായ അർത്ഥം യോജിപ്പില്ലായ്മ എന്നാണ്. യോജിപ്പില്ലായ്മ. സ്ത്രീലിംഗ പദം എഴുതുക. ജനിതാവ്. ജനിതാവ് എന്നതിന്റെ സ്ത്രീലിംഗ പദം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം.
ജനയിത്രി. ജനിതാവ് എന്നതിൻ്റെ സ്ത്രീലിംഗ പദം ജനയിത്രി. അടുത്തത് ശരിയായിട്ടുള്ള വാക്യം എഴുതുവാനാണ്. ശരിയായിട്ടുള്ള വാക്യം തന്നിരിക്കുന്ന വാക്യങ്ങൾ വായിക്കാം. ഗുരു പഠിക്കാത്തതിന് ശിഷ്യനെ ശിക്ഷിച്ചു. ഗുരു ശിഷ്യനെ പഠിക്കാത്തതിന് ശിക്ഷിച്ചു. ശിഷ്യനെ പഠിക്കാത്തതിന് ഗുരു ശിക്ഷിച്ചു. ശിഷ്യനെ പഠിക്കാതെ ഗുരു ശിക്ഷിച്ചു. തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള വാക്യം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ശിഷ്യനെ പഠിക്കാത്തതിന് ഗുരു ശിക്ഷിച്ചു. അടുത്ത ചോദ്യം, ഭാവുകം എന്ന പദത്തിന്റെ അർത്ഥം. ഭാവുകം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ശ്രേയസ്. ഓപ്ഷൻ ബി ശ്രേയസ്. ശരിയായ പദം തിരഞ്ഞെടുക്കുക. പദം തന്നിരിക്കുന്നത് ജഡായു എന്നതാണ്. ജഡായു. ഓപ്ഷൻ എ ആണ് ഉത്തരം. ജഡായു. അടുത്ത ചോദ്യം, ആൽഫ ആൻഡ് ഒമേഗ എന്നതിൻ്റെ ശരിയായ മലയാള പ്രയോഗം എന്ത്? ആൽഫ ആൻഡ് ഒമേഗ എന്നതിൻ്റെ ശരിയായിട്ടുള്ള മലയാള പ്രയോഗം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ആദിയും അന്തവും എന്നതാണ്. ആദിയും അന്തവും എന്നതാണ് ആൽഫ ആൻഡ് ഒമേഗ എന്നതിൻ്റെ ശരിയായ മലയാള പ്രയോഗം. ആദിയും അന്തവും. സദുപായം പിരിച്ചെഴുതുക. സദുപായം പിരിച്ചെഴുതുക. ഓപ്ഷൻ എ ആണ് ഉത്തരം. സത് പ്ലസ് ഉപായം. സത് പ്ലസ് ഉപായം. ഉചിതമായ പ്രയോഗം ഏത്? ഉചിതമായിട്ടുള്ള പ്രയോഗം. ഓപ്ഷൻ എ ആണ് ഉത്തരം. കിണറ്റിലിറങ്ങിയ രണ്ടാളുകൾ വിഷവാതക സാന്നിധ്യം മൂലം മരണപ്പെട്ടു. നിരർത്ഥം പിരിച്ചെഴുതുമ്പോൾ. നിരർത്ഥം പിരിച്ചെഴുതുമ്പോൾ. ഓപ്ഷൻ എ ആണ് ഉത്തരം. നിർ പ്ലസ് അർത്ഥം. നിരർത്ഥം പിരിച്ചെഴുതുമ്പോൾ നിർ പ്ലസ് അർത്ഥം. സംഘടനം എന്ന പദത്തിന്റെ വിപരീതം. സംഘടനം എന്ന പദത്തിന്റെ വിപരീതം. വിഘടനം. വിഘടനം. ജാതി എന്ന വാക്കിന്റെ അർത്ഥം. ഓപ്ഷൻ സി ആണ് ബന്ധു. ഓപ്ഷൻ സി ബന്ധു. സമാനാർത്ഥമുള്ള പഴഞ്ചൊല്ലേത്? വെദർ there is a smoke, there is fire. വെദർ there is a smoke, there is fire. സമാന അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ തന്നിരിക്കുന്നത് തീയില്ലെങ്കിൽ പുകയില്ല. തീയില്ലെങ്കിലും പുകയുണ്ട്. പുകയുണ്ടെങ്കിൽ തീയുണ്ട്. തീയുണ്ടെങ്കിൽ പുകയുണ്ട്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. പുകയുണ്ടെങ്കിൽ തീയുമുണ്ട്. ശരിയായ രൂപമേത്? ജ്യേഷ്ഠൻ എന്നതാണ് വാക്ക്. ജ്യേഷ്ഠൻ. ശരിയായിട്ടുള്ള രൂപം ഓപ്ഷൻ സി ആണ് ജ്യേഷ്ഠൻ. താഴെ കൊടുത്തവയിൽ ശരിയായ പ്രയോഗം ഏത്? തന്നിരിക്കുന്നു തത്വം, മഹത്വം, സ്വത്വം, ബോഷത്വം. ഇതിൽ ശരിയായ പ്രയോഗം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് സ്വത്വം. അടുത്തത് ശരിയല്ലാത്ത പ്രയോഗം ഏത്? 41ാമത്തെ ചോദ്യം. ശരിയല്ലാത്ത പ്രയോഗം. തന്നിരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അഭിപ്രായപ്പെടുന്നത്. അതാണ് ഞാൻ ഇങ്ങനെ അഭിപ്രായപ്പെടുന്നത്. അതാണ് ഞാൻ ഇങ്ങനെ അഭിപ്രായപ്പെടാൻ കാരണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അഭിപ്രായപ്പെടാൻ കാരണം. ഇതിൽ ശരിയല്ലാത്ത പ്രയോഗം ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം, മേഘത്തിന്റെ പര്യായമല്ലാത്തത് ഏത്? മേഘത്തിന്റെ പര്യായമല്ലാത്തത്. തന്നിരിക്കുന്നത് അമ്പുതം, നീരദം, വാരിജം, പയോദം. ഇതിൽ മേഘത്തിന്റെ പര്യായം അല്ലാത്തത് ഓപ്ഷൻ സി ആണ് വാരിജം. I was taken aback to see my result. സമാനാർത്ഥത്തിലുള്ള മലയാള വാക്യം ഏത്?
ഓപ്ഷൻ എ ആണ് ഉത്തരം. എൻ്റെ പരീക്ഷാഫലം എന്നെ ഞെട്ടിച്ചു. ഓപ്ഷൻ എ, എൻ്റെ പരീക്ഷാഫലം എന്നെ ഞെട്ടിച്ചു. ഐ വാസ് ടേക്കൺ എബാക്ക് ടു സീ മൈ റിസൾട്ട്. അടുത്ത ചോദ്യം, ഇറ്റ് ഈസ് ടു സ്വീറ്റ് ഫോർ യു ടു ഈറ്റ് എന്ന വാക്യം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുന്നത് എങ്ങനെ? ഇറ്റ് ഈസ് ടു സ്വീറ്റ് ഫോർ യു ടു ഈറ്റ്. ഓപ്ഷൻ എ ആണ്, അത് നിങ്ങൾക്ക് തിന്നാൻ പറ്റുന്നത്ര മധുരമുള്ളതാണ്. മഞ്ജുഷ എന്ന ശബ്ദത്തിന്റെ അർത്ഥം. മഞ്ജുഷ. ഓപ്ഷൻ സി ആണ്, പൂക്കുട. മഞ്ജുഷ, പൂക്കുട. ടു സെറ്റ് ഫ്രീ, ഈ പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ്? ടു സെറ്റ് ഫ്രീ, ഈ പ്രയോഗത്തിന്റെ അർത്ഥം സ്വതന്ത്രമാക്കുക. ശരിയായ പദം ഏത്? ഭ്രഷ്ട് എന്നതാണ് വാക്ക്. ശരിയായിട്ടുള്ള പദം ഓപ്ഷൻ ബി ആണ്, ഭ്രഷ്ട്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രയോഗം ഏത്? തെറ്റായിട്ടുള്ള പ്രയോഗം തന്നിരിക്കുന്നു. പ്രവൃത്തി, നിവൃത്തി, ആവൃത്തി, അതൃപ്തി. തെറ്റായിട്ടുള്ള പ്രയോഗം ഓപ്ഷൻ ഡി ആണ്, അതൃപ്തി എന്നതാണ്. ജസ്റ്റ് ഇൻ ടൈം പ്രയോഗത്തിന്റെ അർത്ഥം എന്ത്? ജസ്റ്റ് ഇൻ ടൈം. ഓപ്ഷൻ ബി ആണ്, യോജിച്ച സന്ദർഭത്തിൽ. 50-ാമത്തെ ചോദ്യം, അക്സെപ്റ്റ് ദിസ് ഫോർ ദ ടൈം ബീയിങ് എന്നതിന് ഉചിതമായ പരിഭാഷ ഏത്? അക്സെപ്റ്റ് ദിസ് ഫോർ ദ ടൈം ബീയിങ് എന്നതിന് ഉചിതമായ മലയാള പരിഭാഷ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. തൽക്കാലത്തേക്ക് ഇത് സ്വീകരിക്കുക എന്നതാണ്. തൽക്കാലത്തേക്ക് ഇത് സ്വീകരിക്കുക. 50 മലയാളം ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത്. PSC ബുള്ളറ്റിനിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്, പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നോക്കിയിരിക്കുക. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.